ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് +1 പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോളർ വെച്ചിട്ടുള്ള കോട്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. +1 ക്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയമാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് ഈ കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 56 ഇഞ്ച് വീതിയുള്ള 1 മീറ്റർ പാൻറ്റ് പീസാണ് നമ്മളിവിടെ കോട്ട് കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ചീത്ത വശം ഞാൻ ഇതേപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചീത്ത വശത്തേക്കാണ് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അടിവശം ഒന്ന് സ്ട്രെയിറ്റ് ആക്കാം. നമുക്ക് മുറിച്ച് കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അതിപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കോട്ടിന് ലെങ്ത് കൊടുക്കുന്നത് 21 ഇഞ്ചാണേ. 21 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വേണ്ടത്. അതിന് ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് നമുക്ക് അടിവശത്തൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് അടിവശത്ത് 2 പ്രാവശ്യം ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അടിവശത്താണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയ്തിട്ട് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടിവശം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ തേര് ഭാഗമില്ലേ, അതും കൂടി ചേർത്തിട്ട് ഒരു 4 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് വശത്തെ പട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഇതുപോലെ കോട്ടിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇഞ്ച് എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നുകൂടി പറയാം. നമ്മൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഓപ്പൺ ഭാഗത്ത് നിന്ന് 4 ഇഞ്ചാണ് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് പട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് വശത്തെ. ഈ പട്ടിക്ക് 4 ഇഞ്ച് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെക്ക് വിട്ട് എത്രയാണോ അതിൻ്റെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം പട്ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നെക്ക് വിട്ട് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് നെക്ക് വിട്ട് കൊടുക്കുന്നത്. പട്ടിക്ക് എടുക്കുന്നത്. നമ്മൾ എത്രയാണോ നെക്ക് വിട്ട് അതിൻ്റെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ പട്ടിക്ക് എടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് 21 ഇഞ്ചാണ് നമുക്കിവിടെ ലെങ്ത് വേണ്ടത്. 21 ഇഞ്ച് കൂടെ 1ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 21.5 ഇഞ്ചിൽ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ +1കാരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ യൂണിഫോമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ഇടുന്നത്. ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു, അടിവശം മടക്കി അടിക്കാനും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഷോൾഡർ വന്നിട്ട് ഷോൾഡർ 14.5 ഇഞ്ചാണേ. ഷോൾഡർ 14.5 ഇഞ്ചാകുമ്പോൾ അതിൻ്റെ നേർ പകുതി 7.25. 14.5 ഇഞ്ചാണല്ലോ ഷോൾഡർ, അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് 7.25. അപ്പോൾ 7.25 കാലിൽ നിന്നും 1/2 ഇഞ്ച് കൂടി കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6.25. 7.25 നമുക്ക് ഷോൾഡറിൻ്റെ നേർ പകുതി. 14.5 ഇഞ്ച് ഷോൾഡർ, അതിൻ്റെ പകുതി 7.25. അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് മതി. കാരണം നമ്മുടെ ടോപ്പിൻ്റെ ഷോൾഡർ ഭാഗമില്ലേ, അതിൽ നിന്നും കറക്റ്റ് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് നിന്നാൽ മതി നമ്മുടെ കോട്ടിന്. അതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഷോൾഡർ ഇച്ചിരി കൂടുതൽ നിൽക്കുന്ന ടോപ്പിൻ്റെതാണ്. അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കയറി നമുക്ക് കോട്ടിന് നിന്നേച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കൂടി കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ ഷോൾഡർ 14.5 ഇഞ്ച്, അതിൻ്റെ പകുതി 7.25. അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ 6.25 മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആയല്ലോ? ഇനി നമുക്ക് ഷോൾഡർ ഡൗൺ ഒരു 1.5 ഇഞ്ച് കൊടുക്കാം. ഇത്രയാണ് 1.5 ഇഞ്ച്. ഷോൾഡർ ഡൗൺ 1.5 ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഡൗൺ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ആം ഹോൾ റൗണ്ട് 16 ഇഞ്ചാണ്. 16 ഇഞ്ചിൻ്റെ നേർ പകുതി 8 ഇഞ്ച്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂടെ കുറച്ചിട്ട് നമുക്കിവിടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആം ഹോൾ നമുക്ക് 16 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 8 ഇഞ്ച്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂടെ കുറച്ചിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം 7 ഇഞ്ചിൽ. ഓക്കെ, നമ്മുടെ ഷോൾഡർ ഡൗൺ 1.5 ഇഞ്ച്, നമ്മുടെ ആം ഹോൾ 7 ഇഞ്ച്. ഓക്കെ ആയല്ലോ? ഇനി നമുക്ക് ഇതിനൊരു ഷേപ്പ് കൊടുക്കാം. ഒരു 13.5 ഇഞ്ചിൽ നമുക്കൊരു ഷേപ്പും കൂടി കൊടുക്കാം. ഇത്ര മനസ്സിലായല്ലോ? നമ്മൾ ഷോൾഡർ ഡൗൺ 1.5 ഇഞ്ച്, ഷേപ്പ് നമ്മുടെ ആം ഹോൾ 7 ഇഞ്ച്, നമ്മുടെ ഷേപ്പ് 13.5 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈനായിട്ട് വരയ്ക്കാം. ഓക്കെ,
ഇത്രയും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ ഡൗണ്, ആം ഹോള്, ഷേപ്പ്. ഓക്കെ, ഇനി നമ്മുടെ നെക്ക് വിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ടൂടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്, കറക്റ്റ് 3 ഇഞ്ച്. ഓക്കെ, 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് ലെങ്ത് കൊടുക്കുന്ന ഒരു 4 ഇഞ്ചാണേ, 4 ഇഞ്ച്. അവിടെ നമുക്ക് കറക്റ്റ് നെക്ക് വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോക്സ് ആക്കാം. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്കിവിടെ 4 ഇഞ്ചിൽ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തു, നെക്ക് വിട്ട് 3 ഇഞ്ചും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെയൊക്കെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ 6.25 മാർക്ക് ചെയ്ത് കൊടുത്തത്. 6.25 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 14 ഇഞ്ച് ഫുൾ ഷോൾഡർ, അതിൻ്റെ പകുതി 7.25, അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് 6.25 കിട്ടത്. ഈ 6.25 നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് 6.25 ഇതേപോലെ ഈ ലൈനിലേക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1/2 ഇഞ്ച്, 6.25 1/2 ഇഞ്ച് കുറച്ച് 6.25 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ ചെസ്റ്റ് ലൈനിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റുകൾ തമ്മിലൊന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഇതേപോലെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയല്ലോ. നമ്മൾ കോട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ഫ്രണ്ട് ആം ഹോളാണല്ലോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മളതനുസരിച്ച് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മളിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് നമുക്കിവിടെ 34 ഇഞ്ചാണ്. 34ൻ്റെ ചെസ്റ്റ് നമുക്കിവിടെ 34 ഇഞ്ചാണ്. 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 ഭാഗമാക്കണമല്ലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും നമുക്ക്? 4 × 32 8.5 കിട്ടും. ഓക്കെ, നമുക്ക് 8.5 ചെസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ, ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.5 കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് ലൂസ് കൊടുക്കണം, ഒരു 1.5 ഇഞ്ച് ലൂസ് കൊടുക്കണം. ഈ ലൂസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിൻ്റെയും പുറത്താണല്ലോ നമ്മൾ ഈ കോട്ടിടുന്നത്. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ കുറച്ച് ലൂസ് വേണം. അപ്പം നമുക്ക് 8.5യുടെ കൂടെ നമ്മൾ ടോപ്പിന് സാധാരണ നമ്മൾ മെഷർമെൻറ്റ്, ബോഡി മെഷർമെൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടല്ലേ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടണം. 1.5 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കണം, എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8.5 കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ലൂസ് കൊടുക്കണം. 1.5 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 8.5 + 1.5 ആകുമ്പം 10 കിട്ടും. 10ൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൊടുക്കണം. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 11. ഓക്കെ ആയല്ലോ. 8.5 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1, 1.5 ഇഞ്ച് ലൂസ്, അപ്പം നമുക്ക് 10 ഇഞ്ച് കിട്ടും. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പം നമുക്ക് മൊത്തത്തിൽ 11 ഇഞ്ചാണ് കിട്ടുന്നത്. അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് ബാക്കിലേക്ക് നീക്കി ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആയല്ലോ. ചെസ്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തതെന്ന് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ. ഇനി നമുക്ക് ഇതേപോലെ ആം ഹോൾ റൗണ്ട് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇവിടെ ഒരു 3/4 ഇഞ്ചെങ്കിലും ഇവിടെ ഇതേപോലെ ഈ ലൈനുമായിട്ട് ഡിസ്റ്റൻസ് വേണം, ഈ ആം ഹോൾ റൗണ്ട് വയ്ക്കുമ്പോൾ, ആം ഹോൾ കർവ് വയ്ക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വരച്ചെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ആയല്ലോ. വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് നമുക്കിവിടെ 29 ഇഞ്ചാണ് വേസ്റ്റ്. ഓക്കെ, 29 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.25 കിട്ടുന്നത്. 4 7 28, 7.25 നമുക്ക് കിട്ടുന്നത്. ഈ 7.25ൻ്റെ കൂടെ 1/2 ഇഞ്ച് നമുക്കിവിടെ ടക്ക് ഇടണം. ഫ്രണ്ടിൽ നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1/2 ഇഞ്ച് ടക്ക് ഇടുമ്പം 7.25 1/2 കൂടെ കൂട്ടുമ്പോൾ 7.25. 7.25 നമ്മളിവിടെ 1 ഇഞ്ച് ലൂസാണ് കൊടുക്കുന്നത് വേസ്റ്റിൽ. അപ്പോൾ 7.25 1 8.25, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് 9.25. മെഷർമെൻറ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ 9.25 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മെഷർമെൻറ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. വേസ്റ്റിൻ്റെ ഭാഗം, വേസ്റ്റ് റൗണ്ട് നമുക്ക് 29ആണ്. അതിന് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.25 കിട്ടും. 7.25ൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടക്ക് നിങ്ങൾ 1/2 ഇഞ്ചാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നെങ്കിൽ, 2 വശത്തേക്ക് 1/2 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച് വിടണം. ഇവിടെ ഞാൻ 4 ഇഞ്ച് വീതമേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 1/2 ഇഞ്ചേ വിടുന്നുള്ളൂ. അപ്പം 7.25 1/2 ഇഞ്ചും കൂടി കൂട്ടുമ്പം 7.25. നമ്മളിവിടെ വേസ്റ്റ് ആയതുകൊണ്ട് 1 ഇഞ്ച് ലൂസാണ് കൊടുക്കുന്നത്. 7.25 8.25. 8.25 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആകുമ്പം 9.25. 9.25 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 8.25 നമ്മൾ 9.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ചിങ് അലവൻസ് സെപ്പറേറ്റ് അല്ല, സ്റ്റിച്ചിങ് അലവൻസോട് ചേർത്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ ബാക്കിലേക്കാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ,
ഇനി നമുക്ക് നമ്മുടെ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പിൻ്റെ ഭാഗം ഇവിടെ 34 ഇഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ അളവ് ഇവിടെ നമ്മളിവിടെ കൊടുത്ത അതേ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ച്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് ഹിപ്പിൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും. അതുകൊണ്ടാണ് നമ്മളിവിടെ 11 മാർക്ക് ചെയ്ത് കൊടുത്തത്. നമ്മൾ ഹിപ്പിൻ്റെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, 1/2 ഇഞ്ച് നമ്മൾ ടക്കിടാനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ 9.25 മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണം. ഓക്കെ അല്ലോ? ഇനി നമുക്കിതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ലിറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടത്തേക്ക് നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ മാർക്ക് ചെയ്തൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ നെക്കിനും കൂടി ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. നെക്ക് വിട്ട് 3 ഇഞ്ച്, നെക്ക് വിട്ട് 3 ഇഞ്ച്, നെക്ക് ലെങ്ത് 4 ഇഞ്ച്. ഓക്കെ, ഷോൾഡർ ഡൗൺ നമുക്ക് 1.5 ഇഞ്ച്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച്. നമ്മുടെ മൊത്തത്തിലുള്ള ആം ഹോള് 7 ഇഞ്ച്. ഇവിടെ നമുക്ക് 7 ഇഞ്ച്. നമ്മുടെ ഷോൾഡർ മൊത്തത്തിൽ 6.25. ഡൗട്ടുള്ളവർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. മെഷർമെൻറ്റ് ഞാൻ ആദ്യമെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 11. ചെസ്റ്റ് 34, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5, 8.5യുടെ കൂടെ 1.5 ഇഞ്ച് ലൂസ് 10, അതിലൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ. അങ്ങനെയാണ് നമ്മൾ 11 മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം 9, 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.25, 1/2 ഇഞ്ച് നമുക്ക് ടക്കിടാൻ. അപ്പോൾ 7.25, 1 ഇഞ്ച് ലൂസ് 8.25, 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് 9.25. അതാണ് നമ്മളിവിടെ 9.25 മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് തന്നെയാണ് വേസ്റ്റിലും. നമ്മൾ ആ വേസ്റ്റിൻ്റെ അളവ് തന്നെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ ആയല്ലോ. ഇനി നമുക്കിത് ഈ നമ്മുടെ നെക്കിൻ്റെ ഇതേപോലെ ഷേപ്പും കൂടി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. ഓക്കെ, നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തു. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി മെഷർമെൻ്റ് എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യമേ നേരെയും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡർ ഡൗൺ കണ്ടില്ലേ, അവിടേക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യും. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നെക്കിൻ്റെ പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്കൊരു കട്ട് ചെയ്ത് കൊടുക്കാം. പട്ടി നമ്മൾ മടക്കി ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കും. എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗമില്ലേ, അത് ഇതേപോലെ അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ നമ്മുടെ ആ ഫോൾഡഡ് ഭാഗമില്ലേ, അത് നമ്മുടെ ഭാഗത്തേക്ക് വരത്തക്ക പോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പാർട്ട് എടുക്കുക. അടിവശം ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിവിടെ നമ്മുടെ ഈ ഭാഗമില്ലേ, നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം കാണുന്നുണ്ടോ,
നമ്മൾ കട്ട് ചെയ്ത ഭാഗം കണ്ടോ, ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ബാക്കിലേക്ക് ഇറക്കി വെക്കണം. കണ്ടോ, ഇതേപോലെ നമ്മൾ ബാക്കിലേക്ക് 1/2 ഇഞ്ച് ഇറക്കി വെക്കണം. എല്ലാ ഭാഗവും അതേപോലെ തന്നെ കറക്റ്റായിട്ട് അടിവശം വരെയും വെച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് ബാക്കിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ 1/2 ഇഞ്ച് ഉണ്ടെന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇവിടുന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വേണം. ഓക്കെ, മുകളിലേക്ക് നമുക്കൊരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. നമ്മുടെ ബാക്ക് പാർട്ടിലെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ് ഇവിടെ. ഇവിടെ നമുക്ക് നെക്ക് വിടുത്ത് ഇവിടെ നമ്മൾ എത്രയാണോ കൊടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ എത്രയാണ് കൊടുത്തത് 3 ഇഞ്ച്. ആ 3 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, പിന്നെ നെക്ക് ബാക്ക് നെക്ക് ലെങ്ത് ഒരു 1.5 ഇഞ്ച് കൊടുക്കാം. ഓക്കെ, 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വിടുത്ത് നമ്മൾ 3 ഇഞ്ച് കൊടുത്തു, ഇവിടെ 3 ഇഞ്ച് കൊടുത്തു, ലെങ്ത് നമ്മൾ 1.5 ഇഞ്ച് കൊടുത്തു. നമുക്കൊരു ഷേപ്പും കൂടി വരച്ച് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഷേപ്പാണ്. ബാക്ക് നെക്കിൻ്റെ ഇതേപോലെ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് വരച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എത്രയാണോ അത് നമ്മൾ അളന്നിട്ട് മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു 4.25 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. ആ 4.25 ഇഞ്ച് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ 4.25 ഇഞ്ച് ഇതേപോലെ വരച്ചെടുക്കാം. മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തു, ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തില്ലേ, അവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു, ലൈൻ വരച്ചു. നമ്മളുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തു, ബാക്ക് നെക്ക്. ഓക്കെ, നമ്മുടെ ഈ ഷോൾഡർ എത്രയാണോ ആ ഷോൾഡർ ഇവിടെയും ഇതേപോലെ ഈ 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, വെറുതെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്രയാണോ അളന്നത് അത് തന്നെ നമ്മളിവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് തമ്മിലൊരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. നമ്മളിവിടെ 1/2 ഇഞ്ച് ബാക്കിലേക്ക് ഇറക്കി വെച്ചേക്കുമല്ലേ, അപ്പോൾ നമ്മളിവിടെ നമുക്കൊരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമ്മളിവിടെ ഇവിടെ എവിടെയാണോ 4.25 കിട്ടിയത് നമ്മളിവിടെ അളന്നില്ലേ, ഇവിടെ നമ്മൾ എത്രയാണ് 4.25 ആ 4.25 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ. അപ്പം അവിടെ നിന്ന് നമുക്ക് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. ഉണ്ടോ, നമുക്കിവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇതേപോലെ കർവിൽ വരച്ച് നമ്മുടെ ഇവിടേക്ക് അങ്ങ് മുട്ടിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബാക്കിലെ ആം ഹോൾ വരയ്ക്കേണ്ടത്. ബാക്ക് നെക്ക് നമ്മളിങ്ങനെ ചരിച്ച് ഇതേപോലെ വരച്ചു, നമ്മുടെ ആം ഹോളും വരച്ചു. ഇനി വേറെ ഒന്നും ചെയ്യണ്ട, നമ്മളിത് ഈ അളവിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത്രയും ഭാഗമേ ഉള്ളൂ നമുക്കിവിടെ ബാക്ക് പാർട്ടിൽ മെഷർ ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ ഭാഗത്ത് കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തു. ഓക്കെ ആയല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് ഇതേപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, കേട്ടോ, ഇതേപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. മനസ്സിലല്ല, ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ആദ്യമേ ഇട്ടിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ. നിങ്ങൾക്ക് അതും കൂടി കണ്ടു നോക്കുക. പിന്നെ ഈ അളവിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ +1കാർക്കൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം അതുപോലെ പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ആകുമ്പോൾ നിങ്ങൾ തനിയെ അങ്ങ് ചെയ്തോളൂ. ഓക്കെ,
ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അവസാനം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടേപ്പോ ചോക്കോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതങ്ങ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കോട്ടിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടക്ക് ഇടുന്നവർക്ക് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇവിടെ പോക്കറ്റ് മസ്റ്റല്ല. ഇവിടെ അവർക്ക് പോക്കറ്റ് വേണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നമുക്ക് സമയവും പോവും, സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജും കൂടും. അപ്പോൾ അവർക്ക് പോക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പോക്കറ്റ് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോക്കറ്റ് മസ്റ്റ് ആണെങ്കിൽ ഞാൻ പോക്കറ്റ് വയ്ക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കും അത് കണ്ടിട്ട് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും കണ്ട് നോക്കുക. ഇവിടെ ഞാൻ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ അതുകൊണ്ട് നിങ്ങളത് കണ്ട് നോക്കുക. ഓക്കെ, നമുക്കിവിടെ ടക്ക് ഇട്ട് കൊടുക്കാം. ടക്ക് ഇട്ട് കൊടുക്കുന്നതിന് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ മാത്രം എടുക്കാമേ. ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഈ പട്ടിയുടെ ഭാഗത്തു നിന്നൊരു 4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച്. ഓക്കെ, അങ്ങനെ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതേപോലെ മുകളിൽ നിന്ന് ഇവിടെ നമുക്കൊരു 9.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ച് നമ്മളിവിടെ ഈ കട്ട് ചെയ്തില്ലേ, ഇങ്ങനെ സ്ലോപ്പിൽ കട്ട് ചെയ്ത ഭാഗമല്ല, ഈ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് 9.5 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ചിൽ ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും താഴേക്ക് നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പോക്കറ്റ് വയ്ക്കുവാണെങ്കിൽ 8 ഇഞ്ച് വെക്കേണ്ട, ഒരു 7 ഇഞ്ചൊക്കെ വെച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കാം. ഓക്കെ, നമുക്ക് 2 വശത്തേക്ക് ഒരു 1/4 ഇഞ്ച് വീതം, മൊത്തത്തിൽ 1/2 ഇഞ്ചാണ് നമ്മൾ ടക്കിന് ഇട്ടിരിക്കുന്നത്, 1/4 ഇഞ്ച് വീതം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ടക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 വശത്തേക്കും അതങ്ങ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. 2 വശത്തേക്ക് നമ്മൾ ഇതേപോലെ പതിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് ഒന്ന് വരച്ച് കൊടുക്കാം. വേണമെങ്കിൽ തയ്യൽ തുമ്പുകളൊക്കെ നമുക്കൊന്ന് അതേപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് എളുപ്പമായിരിക്കും. ടേപ്പ് എടുക്കേണ്ട, അളന്ന് നോക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, ബാക്ക് പാർട്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ക്രോസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. 1 ഇഞ്ച് വിഡ്ത്തിൽ 2 ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ് വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. നമുക്ക് അതിനകത്തിലാണ് നമ്മുടെ കോളറിൻ്റെ കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.